അധ്വാനിക്കുകയാണ്. സാമ്പത്തികത്തിന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി, നല്ലൊരു തലമുറയെ കെട്ടി വാർക്കുവാനൊക്കെ മനുഷ്യനെല്ലാം അഹോരാത്രം അധ്വാനിക്കുന്ന ഒരു കാഴ്ച നാം കാണുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയെല്ലാം അധ്വാനിച്ച് ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ മുക്കാൽ പങ്കും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട്, മറ്റുള്ളവരുടെ സമാധാനത്തിന് വേണ്ടിയൊക്കെ ജീവിച്ചിട്ടും നമ്മൾ ഈ ജീവിതത്തിൽ എന്ത് നേടി, നമ്മുടെ ജീവിതത്തിൽ എന്ത് നേടുവാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ഓർത്തിട്ടുണ്ടോ? ഈ ജീവിതത്തിന്റെ ഭൂരിഭാഗവും മറ്റുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിന്ന് മരണമെന്ന ഒരു നിമിഷത്തിലൂടെ നമ്മളെല്ലാം ഇവിടുന്ന് മാറിപ്പോകേണ്ടുന്ന സമയം വരും. എന്നാൽ ഈ മരണത്തിന് മുൻപേ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ എന്ത് നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ നേടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? ജീവിതത്തിന് സമാധാനപരമായ ഒരു ജീവിതം നിങ്ങൾക്ക് ഈ ആയുഷ്കാലം വരെ ജീവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? സമാധാനപരമായ ഒരു അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറയുന്ന പ്രിയ സ്നേഹിത, സന്തോഷം എന്നത്, സമാധാനം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും സാമ്പത്തികം കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ അധ്വാനം കൊണ്ട് മേടിക്കുവാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെയും ജീവിതത്തിൽ ഇതൊന്നും കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ ഇന്നത്തെ വാർത്തകളൊക്കെ ഇത്ര പ്രാധാന്യം തരുന്ന കാര്യം എന്താണ്? മനുഷ്യൻ ആത്മഹത്യകൾ വർദ്ധിക്കുന്നു, കുടുംബ ബന്ധങ്ങളൊക്കെ തല്ലിത്തകർന്നു, ജീവിതമൊന്നുമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. ഇപ്പോഴത്തെ തലമുറകൾ, യുവതലമുറകൾ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടുന്നതിന്റെ കാര്യം എന്താണ്? മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് ജീവിതങ്ങൾ വല്ലാത്ത തകർച്ചയിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? ജീവിതത്തിന്റെ പ്രശ്നത്തിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണ്? മനുഷ്യന് സമാധാനമില്ല എന്ന ഒറ്റ കാരണം തന്നെയാണ് അതിന് കാരണം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവർ അധ്വാനിക്കുന്നു, കഷ്ടപ്പെടുന്നു, പക്ഷേ അവർക്കൊന്നും നേടുവാൻ കഴിയാത്തവണ്ണം അവരുടെ ജീവിതത്തിന്റെ തകർച്ചയിലേക്ക് അവർ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, നമ്മുടെ ആശ്രയത്തിന് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി നാം ആശ്രയിക്കുന്ന മദ്യവും മയക്കുമരുന്നൊന്നും നമ്മുടെ സമാധാനം തരികയില്ല. പകരം അത് നമ്മുടെ ജീവിതത്തെ തകർത്ത് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകുന്നു. ഈ ഒരു കാലഘട്ടത്തിലെ തലമുറ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു തലമുറയിലേക്ക് കടന്നു പോവുകയാണ്. മാതാപിതാക്കളെ അനുസരിക്കാത്ത ഒരു തലമുറ, കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരു തലമുറ, അങ്ങനെ വിവിധ മേഖലയിലൂടെ തലമുറകൾ കടന്നു പോകുമ്പോൾ, പ്രിയ സ്നേഹിത, ഞങ്ങളെന്ന് പറയുന്നത് സമാധാനമില്ലാത്ത മേഖലയിലൂടെ കടന്നു പോകുന്നവരാണ്, സന്തോഷമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഞങ്ങൾ പറയുന്നത് സമാധാനം തരുന്നൊരു വാർത്തയുണ്ട്, സന്തോഷം തരുന്നൊരു വാർത്തയുണ്ട്. അത് സുവിശേഷ സന്ദേശ വർത്തമാനമാണ്. കാരണം അതിന്റെ കാതലായ വ്യക്തി, അതിന്റെ കേന്ദ്ര വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് സകല മാനവ ജാതിക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയ സ്നേഹിത, അവിടെ ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, ജാതി വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏത് മനുഷ്യനെയും സന്തോഷം പകരുവാൻ, ഏത് മനുഷ്യനും സമാധാനം പകരുവാൻ, സന്തോഷം പകരുവാൻ കഴിയുന്ന ഒരു വ്യക്തി പ്രഭാവം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ കാരാഗൃഹത്തിൽ കിടക്കുന്നവനെയും ജയിലറയ്ക്കുള്ളിൽ കിടക്കുന്നവനെയും മനുഷ്യ സ്നേഹമില്ലാത്തവനെയും ഏതിരുണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മനുഷ്യനെയും മനുഷ്യ സ്നേഹിയാക്കി തീർക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം തന്നെയാണ്. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്നേഹം കൊണ്ട് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയുമെന്നും സ്നേഹം കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയുമെന്നും, എത്രമാത്രം ഇരുന്ന് കിടക്കുന്ന, അകപ്പിടിച്ചു കിടക്കുന്ന മനുഷ്യന്റെ ഉള്ളിലേക്കും സമാധാനം പകരാൻ കഴിയുന്നുവെന്നും യേശു തന്റെ ജീവിതം കൊണ്ട് തെളിയിച്ചപ്പോൾ നിങ്ങൾ പറയുന്നത് സമാധാനം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്ദേശം തന്നെയാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും പ്രതിസന്ധി നിങ്ങൾ ഓടിത്തളരുന്നവരാണോ? നിരാശയിലൂടെ കടന്നു പോകുന്നവരാണോ? വേദനയിലൂടെ കടന്നു പോകുന്നവരാണോ? അങ്ങനെയെങ്കിൽ പറയുന്നു, സകല ജനത്തിനും സന്തോഷം തരുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ തയ്യാറാണോ? അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഈ ജനനം എന്ന അല്ലെങ്കിൽ യേശുവിന്റെ ജനനത്തെ ആഘോഷിക്കുന്ന ദിവസം വരുന്നില്ലെന്ന ദിവസങ്ങളിൽ കടന്നു വരുമ്പോൾ യേശുവിന്റെ ഒരു ജനനം കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല സുവിശേഷം എന്ന് പറയുന്നത്. യേശു ജനിച്ചു, മരിച്ചു, അടക്കി ഉയർത്തെഴുന്നേറ്റു എന്ന് വിശുദ്ധ ബൈബിളിൽ പറയുന്നു. തിരുവെഴുത്തുകളിൽ പ്രകാരം അങ്ങനെയെങ്കിൽ യേശു ജനിക്കുന്നതിന് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ യേശു എവിടെ ജനിക്കുമെന്നും എന്തിന് ജനിക്കുമെന്നും വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. യേശു എന്തിന് ജനിക്കുമെന്ന് പറയുന്നത് മനുഷ്യനെ തന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി, മനുഷ്യൻ പാപിയല്ലെന്ന് ഒരിക്കലും പറയുവാൻ കഴിയില്ല. കാരണം ജന്മകർമ്മ പാപങ്ങൾക്ക് അധീനനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്നാൽ മനുഷ്യന്റെ സ്വപ്രയത്നങ്ങൾ കൊണ്ടോ അവന്റെ കാഴ്ചകൾ കൊണ്ടോ നേർച്ചകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ തന്റെ സ്വയപാപത്തിൽ നിന്ന് മനുഷ്യന് വിമുക്തി നേടാൻ കഴിയാതിരിക്കുമ്പോൾ, മനുഷ്യന് വിമോചനം നേടാൻ കഴിയാതിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ രക്ഷിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ജന്മകർമ്മ പാപങ്ങൾക്ക് വിധേയനായ മനുഷ്യന് സ്വയവേദന്റെ പാപങ്ങളിൽ നിന്ന് മോചിപ്പാൻ കഴിയാതിരിക്കുന്നതുകൊണ്ട് ഈ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്ത് ഉടലെടുത്തതാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്.
അങ്ങനെ യേശു തന്നെ പറയുന്നു, കാണാതെ പോയതിനെ തിരിഞ്ഞ് രക്ഷിക്കാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന്. അങ്ങനെ കാണാതെ പോയത് എന്ന് പറഞ്ഞാൽ പാപത്തിലേക്ക്, ഈ ലോകത്തിന്റെ പാപത്തിലേക്ക്. മനുഷ്യൻ ജന്മനാ തന്നെ പാപിയാണ്. എന്നാൽ ഈ ലോക ജനനത്തിൽ മനുഷ്യൻ ജനനത്തിൽ നിന്നു ശേഷം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് വീണ്ടും 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 മനുഷ്യൻ പാപങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ, പലവിധ പ്രവൃത്തികൾ കൊണ്ടും മ്ലേച്ഛ പ്രവൃത്തികൾ കൊണ്ടും വിധേയപ്പെടുമ്പോൾ മനുഷ്യൻ പാപത്തിന്റെ അന്ധതയിൽ മനുഷ്യൻ കിടക്കുന്നു. അതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന വാർത്തകൾ നാം കാണുന്നുണ്ട്. മനുഷ്യൻ ചെയ്ത ക്രൂരപ്രവൃത്തികളും അക്രമപ്രവൃത്തികളും ഒക്കെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഇരുട്ടിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള മനുഷ്യനെ വീണ്ടെടുക്കാൻ വന്ന യേശു നിങ്ങൾക്ക് സമാധാനം തരുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന, മനുഷ്യന് രക്ഷ തരുന്ന ഈ ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ, യേശുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? പ്രിയ സ്നേഹിത, മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നു. അതാണ് മതം ഇവിടെ ഉടലെടുത്തിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ കണ്ടെത്താൻ കഴിയുമോ എന്ന് കരുതി മതം ഈ ഭൂമിയിൽ ഉടലെടുത്തപ്പോൾ മതമല്ല വലുതെന്നും മനുഷ്യൻ തന്നെയാണ് വലുതെന്നും മനുഷ്യനെ തന്നെ അന്വേഷിച്ച് ദൈവം തന്നെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. അങ്ങനെ നിങ്ങൾ ദൈവത്തിലേക്ക് അന്വേഷണമാണോ? ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ ഭാഗത്തിൽ എത്തിച്ചേരുകയില്ല. എന്നെ കണ്ടവൻ ദൈവത്തെയും കാണുന്നു, എന്നെ സ്നേഹിച്ചവൻ ദൈവത്തെയും സ്നേഹിക്കുന്നെന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ഈ ഭൂമി പ്രത്യക്ഷമായി ദൈവം തന്നെ ഉടലെടുത്ത യേശു എന്ന ഈ അവതാരം, യേശു മനുഷ്യപുത്രനായ യേശുവിനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയുമോ? നിങ്ങൾ പറയുന്ന പ്രിയ സ്നേഹിത, ഞങ്ങളെനിക്ക് പറയുവാൻ കാരണമുണ്ട്. ഞങ്ങളെല്ലാം ജീവിതത്തിൽ സമാധാനമില്ലാത്ത അനുഭവത്തിലൂടെ കടന്നപ്പോൾ, ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ ഒരു മനുഷ്യനും ഞങ്ങളുടെ ജീവിതത്തിൽ കൈവിട്ടപ്പോൾ, സ്നേഹം തരാതിരുന്നപ്പോൾ, സമാധാനം തരാതിരുന്നപ്പോൾ യേശുവിന്റെ സുവിശേഷമാണ് ഞങ്ങളെ സന്തോഷം നിറഞ്ഞതാക്കുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം പകർന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് യേശുവിൽ നിന്ന് വിളിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഏത് പ്രശ്നത്തിന്റെ ഘട്ടത്തിലും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശുവിനെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ സന്ദേശം, സുവിശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.